ഹായ് മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. മുൻപ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ഒക്കെ ചെറിയ ചില ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് വരാനുള്ള പരീക്ഷ എന്ന് പറയുന്നത് ലാംഗ്വേജുകളാണ് അല്ലേ, സെക്കൻഡ് ലാംഗ്വേജുകളുടെ പരീക്ഷയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അല്ലേ. വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളെ അപേക്ഷിച്ചും നമുക്ക് മലയാളം അല്ലെങ്കിൽ ഹിന്ദി, അറബി, ഉറുദു, സാൻസ്ക്രിറ്റ് പോലെയുള്ള നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജുകൾക്കാണ് എന്ത് ചെയ്യുക, നമുക്ക് കുറേ കൂടെ മാർക്ക് കിട്ടും. പൊതുവെ അങ്ങനെയാണ്. എങ്കിലും പലപ്പോഴും നമുക്ക് പാഠഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും, മനസ്സിലാവാത്തൊരു പ്രശ്നമൊക്കെ ഉണ്ട്. കാരണം എന്താണ്, നമ്മൾ മറ്റുള്ള വിഷയങ്ങളുടെ ഇടയിൽ പലപ്പോഴും നമുക്ക് ക്ലാസ് മിസ്സാവുന്നതും കട്ടാവുന്നതോ, പിന്നെ നമ്മളൊരു റിലാക്സേഷൻ മോഡിൽ ഇരിക്കുന്ന പീരീഡൊക്കെ എപ്പോഴും ഏതായിരിക്കും, സെക്കൻഡ് ലാംഗ്വേജുകളായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു ശ്രദ്ധക്കുറവിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം എന്താണ്, നമുക്ക് പാഠഭാഗങ്ങളൊന്നും കൃത്യമായിട്ടൊരു ധാരണയില്ലാത്തൊരു വിഷയം പലപ്പോഴും ഈ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. നമുക്കിനി ലൈവുകളൊക്കെ വരുന്നുണ്ട്, മെഗാ മാരത്തോൺ ലൈവൊക്കെ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ ഇന്ന് കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്, മുമ്പ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചെറിയ ചില ചോദ്യങ്ങളാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേത്, കാക്കാരശ്ശി നാടകത്തിന്റെ 2 സവിശേഷതകൾ എന്ത് ചെയ്യുക, സൂചനകളുടെ രൂപത്തിൽ നൽകാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഇത് 2 മാർക്കിന്റെ അല്ലെ 3 മാർക്കിന്റെ ഒക്കെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ തെക്കൻ കേരളത്തിലെ പ്രചരിച്ചിട്ടുള്ള ഒരു നാടോടി നാടകമാണ് ഇത് കാക്കാരശ്ശി നാടകം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സമൂഹത്തിനെതിരെയുള്ള ഒരു വിമർശനം എന്നുള്ള രീതിയിലാണ് കാക്കാരശ്ശി നാടകം അവതരിപ്പിക്കപ്പെടുന്നത്. ശിവപുരാണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ ഇതിവൃത്തമാക്കുന്നത്. ശിവൻ കാലനായും പാർവതി ഗംഗയായിട്ടുമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കാക്കാരശ്ശി നാടകത്തിന്റെ വേഷമൊക്കെ നല്ല രസമുള്ള, അവരിങ്ങനെ അല്ലെ കാക്കാലിലും കാക്കാലത്തേരി ഇങ്ങനെ നടന്നു വരുന്നതും അവരുടെ വേഷവും രൂപവും സംസാരവും തമിഴ് കലർന്നിട്ടുള്ള ഒരു സംസാരമൊക്കെ എന്താണ് ഭയങ്കര രസമാണ്. ഈ കാക്കാരശ്ശി നാടകത്തിന്റെ 2 സൂചനകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ 2 മാർക്കാണ് ചോദിക്കുന്നെങ്കിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി എന്തൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരിക എന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്തൊക്കെ ചോദ്യങ്ങളാണ്, എത്രയൊക്കെ മാർക്കിനുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് പൊതുവെ ചോദിക്കാന്നറിയോ? നമുക്ക് 80 മാർക്കിനാണല്ലോ ചോദ്യങ്ങൾ വരിക. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം 8 മാർക്കിന്റെ ചോദ്യമാണ്. 8 മാർക്കിന്റെ ചോദ്യങ്ങൾ എത്ര എണ്ണം ഉണ്ടാവും? 2 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നമുക്ക് 8 മാർക്കിന്റെ ചോദ്യം 2 എണ്ണമാണ്. 1.5 പുറമാണ്, ഒരു പുറം അല്ലെ, ഒരു ഹാഫ് പുറം കൂടെ, അങ്ങനെ 1.5 പുറത്തിലാണ് നമുക്ക് 8 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ നമുക്ക് എഴുതാനുണ്ടാകുക. പിന്നെ നമുക്ക് എത്ര മാർക്കിന്റെയാണ്, നമുക്ക് ചിലപ്പോൾ ഖണ്ഡികകൾ, പാരഗ്രാഫ് ഒക്കെ തന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് ചോദ്യങ്ങൾ എഴുതാൻ വേണ്ടി നമ്മളോട് ചോദിക്കും. പിന്നെ 6 മാർക്കിന്റെ 3 ചോദ്യങ്ങൾ ഉണ്ടാവും. അതുകൂടാതെ തന്നെ 6 മാർക്കിന് നമുക്ക് എന്താണ് 4 ചോദ്യങ്ങൾ അല്ലെ, മറ്റൊരു സെറ്റായിട്ട് എന്താണ് 6 മാർക്കിന്റെ 4 ചോദ്യങ്ങൾ വീണ്ടും നമുക്ക് തരാം. പിന്നെ 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. 3 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ 2 3 അല്ലെ വരികളിലാണ് എഴുതേണ്ടത്, നമ്മൾ സെന്റൻസ് ആക്കി വാക്യത്തിൽ എഴുതുക. അതുപോലെ 6 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്ന സമയത്ത് ഒരു പുറം കേട്ടോ, ഒരു പുറമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ അതെന്താണോ ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മളിപ്പോ വിശദീകരിച്ച്, നമ്മളിപ്പോ മലയാളം ആകുമ്പോൾ അങ്ങനെയാണ്, പലപ്പോഴും ക്ലാസ് ഒക്കെ കിട്ടാണ്ട് പാഠമൊന്നും അറിയാണ്ട് പരീക്ഷ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് എഴുതും അല്ലെ. അപ്പൊ അങ്ങനെ എഴുതാൻ പാടില്ല. എന്താണോ സബ്ജക്ട് അതിന് അനുസൃതമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതാണ്. പിന്നെ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. 1 മുതൽ 6 വരെ ചോദ്യങ്ങൾ തന്നിട്ട് അതിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് നമ്മൾ എഴുതിയാൽ മതി അല്ലെ. അങ്ങനെ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, 3 മാർക്കിന്റെ, 6 മാർക്കിന്റെ, 8 മാർക്കിന്റെ, ഇങ്ങനെയാണ് നമ്മളുടെ ചോദ്യങ്ങൾ വരുന്നത്. അത് കൂടാതെ 2 മാർക്കിന് എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളോട് എടുത്തെഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അടുത്തത്, ബാഹുകൻ നളൻ തന്നെ എന്ന് ഉറപ്പിക്കുന്നതിന് നിർണായകമായിട്ടുള്ള സവിശേഷതകൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പാഠങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് കേശനിക്ക് മനസ്സിലായത് ബാഹുകനാണ്, നളൻ ആരാണ് എന്നൊക്കെ അറിയോ നിങ്ങൾക്ക്? ഏതാ പാഠഭാഗം എന്നറിയോ? അപ്പൊ നളന്റെയും ദമയന്തിന്റെയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രണയ കഥ പറയുന്ന അല്ലെ, നളചരിതം ആട്ടക്കഥയിലെ ഒരു ഭാഗം പഠിക്കാനുണ്ട് നമുക്ക് അല്ലെ. അപ്പോൾ ആരാണ് ദമയന്തി എന്നും ആരാണ് നളൻ എന്നൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കണം. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കും. അപ്പൊ ഇവിടെ ബാഹുകൻ അല്ലെ നളൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, താനേ വെള്ളം എന്ത് ചെയ്യുന്നു, പാത്രത്തിൽ നിറയുന്നു, താനേ തീ കത്തുന്നു അല്ലെ, വാടിയ പൂക്കളൊക്കെ ബാഹുകൻ തൊടുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, വിടർന്ന് അല്ലെ പുനർജീവിക്കുന്നു. അപ്പൊ ഇങ്ങനെ
ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്താൽ മതി, ചോദ്യം എന്താണ് അതിന്റെ ഉത്തരം അല്ലെ, അത് മാത്രം എഴുതിയത് കൂടുതൽ നമ്മൾ വിശദീകരിച്ചിട്ട് സമയം കളയരുത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, മൗലിക പ്രതിഭയാണ് ഉണ്ണായി വാര്യർ ആട്ടക്കഥാകൃത്തുക്കൾക്കിടയിൽ അല്ലെ, ആട്ടക്കഥാകൃത്തുക്കൾക്കിടയിലെ മൗലിക പ്രതിഭയാണ് ഉണ്ണായി വാര്യർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉണ്ണായി വാര്യര് വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ആട്ടക്കഥയാണ് ഇത് നളചരിതം ആട്ടക്കഥ അല്ലെ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചൊരു ലഘുക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1675-നും 1755-നും ഇടയിൽ ജീവിച്ചിരുന്ന കവിയാണ് ഉണ്ണായി വാര്യർ എന്ന് പറയുന്നത്. ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയേണ്ടത്. കാരണം നളചരിതം എന്ന് പറയുന്ന ഒറ്റ കൃതി കൊണ്ട് തന്നെ എന്താണ്, കാലത്തെ അതിജീവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണായി വാര്യർ എന്ന് പറയുന്നത്. ആട്ടക്കഥാകൃത്തുക്കൾക്കിടയിലെ മൗലിക പ്രതിഭയാണ് എന്ന് പറയുന്ന പ്രയോഗം അദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ്, വളരെയധികം അല്ലെ ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാം. അപ്പൊ മലയാള സാഹിത്യത്തിൽ എന്താണ്, നമ്മുടെ കേരള ശാകുന്തളം എന്ന് വിളിക്കുന്ന കാളിദാസ ശാകുന്തളത്തോട് കടപിടിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ എന്തിനുണ്ട്, നമ്മളുടെ ആട്ടക്കഥയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. ആട്ടക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി എഴുതപ്പെടുന്ന തിരക്കഥയാണ് സിനിമയുടെ സാഹിത്യ രൂപം അല്ലെ. അപ്പൊ ആ തിരക്കഥയ്ക്ക് അനുസരിച്ചാണ് സിനിമ എന്ത് ചെയ്യുന്നത്, അഭിനയിക്കുന്നതും കാര്യങ്ങളൊക്കെ, സിനിമയുടെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെയാണ്. അതേപോലെ കഥകളി എന്താണ്, വേദിയിൽ ആടാൻ വേണ്ടി നിർമ്മിക്കുന്ന കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. അപ്പൊ ഉണ്ണായി വാര്യർ എഴുതിയ നളചരിതം എന്ന് പറയുന്ന നളന്റെ ചരിത്രമാണ് അല്ലെ, നളന്റെ കഥയാണ്. നളന്റെയും ദമയന്തിയുടെയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രണയ കഥയാണ് നളചരിതം എന്ന് പറയുന്നത്. ഒരുപാട് വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളെയാണ് ഉണ്ണായി വാര്യർ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നളനായാലും ദമയന്തിയായാലും നമുക്ക് പഠിക്കാനുള്ള കേശിനിയായാലും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ള വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയാം. അതുപോലെ ഭാഷാപരമായും ഒരുപാട് പ്രത്യേകതകൾ നിലനിൽക്കുന്ന അല്ലെ കൃതി കൂടെയാണ് നളചരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ എഴുത്തുകാരെ കുറിച്ചും എന്താണ് പഠിച്ചിരിക്കണം എന്ന് സൂചിപ്പിക്കാനാണ് ടീച്ചർ ഈ ഒരു ചോദ്യം ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എഴുത്തുകാരെ കുറിച്ച് നമ്മളോട് ചോദിക്കും. അപ്പോൾ ഓരോ പാഠഭാഗങ്ങൾ വായിക്കുന്ന സമയത്തും എന്ത് ചെയ്യണം, അത് എഴുതിയ പാഠം അല്ലെ, എഴുതിയിരിക്കുന്ന ഓതറെ കുറിച്ചും എന്താണ് ആ പാഠഭാഗത്തിന്റെ പ്രത്യേകത എന്നും എന്താണ് ആ പാഠഭാഗത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെയാണ് എന്ത് ചെയ്യുക, നമുക്ക് ഫുൾ മാർക്കിലേക്ക് അല്ലെ വളരെ ഈസിയിൽ നമുക്ക് എത്താൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലൈവുകളിൽ, മെഗാ മാരത്തോൺ ലൈവ് വരുന്നുണ്ട്, ലൈവുകളിൽ നമുക്ക് സെറ്റ് ആക്കണം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വൈകുന്നേരം എന്ത് ചെയ്യുക, ലൈവിൽ പഠിക്കുക. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.